ഡോക്ടർ നമ്മുടെ പെറ്റ്സിന് ബീഫ് കൊടുക്കുന്നുണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഡോഗ്സിന് അല്ലെങ്കിൽ നമ്മുടെ പെറ്റ്സിന് ബീഫ് കൊടുക്കുന്നതുകൊണ്ട് യാതൊരുവിധ പ്രശ്നവുമില്ല. അത് നല്ലൊരു കാര്യമാണ്. ആക്ച്വലി റെഡ് മീറ്റ് ആണ് ഏറ്റവും നല്ലൊരു മീറ്റ് ഇവർക്ക് ഫീഡ് ചെയ്യാനായിട്ട്. കാരണം അതിലാണ് ഏറ്റവും ന്യൂട്രിയൻ റിച്ച് ആയിട്ടുള്ളത്. നമ്മള് മനുഷ്യന്മാർക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ പോലെ ബീഫ് കഴിക്കുന്നതുകൊണ്ട് ഡോഗ്സിന് എന്തെങ്കിലും? ഡോഗ്സിനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യന്റെ ഒരു ഡൈജസ്റ്റീവ് സിസ്റ്റം അല്ല അവരുടേത് ആക്ച്വലി. അവരുടെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിന് ഈ റെഡ് മീറ്റ് നന്നായിട്ട് ഡൈജസ്റ്റ് ചെയ്യാനും അതിൻ്റെ ന്യൂട്രിയൻസ് കൃത്യമായിട്ട് ബോഡിയിലേക്ക് ആഗിരണം ചെയ്യാനുള്ള കഴിവുണ്ട്. കൂടുതലായിട്ട് കൊഴുപ്പ് അടിഞ്ഞുകൂടിയിട്ട് വരുന്ന ചില ഹാർട്ട് ഡിസീസസ് അല്ലെങ്കിൽ ആർട്ടീരിയോസ്ക്ലീറോസിസ് പോലുള്ള അസുഖങ്ങൾ ഡോഗ്സിൽ വളരെ വിരളമായിട്ട് മാത്രമേ കാണാറുള്ളൂ. ബീഫ് ഫീഡ് ചെയ്യുന്നതിനെ പറ്റിയിട്ട് എന്തൊക്കെയാ കാര്യങ്ങൾ ശ്രദ്ധിക്കാറുള്ളത്? ബീഫ് നമുക്ക് റോ ആയിട്ട് കൊടുക്കുന്ന സമയത്ത് ന്യൂട്രിയൻ റിച്ച് ആയിരിക്കും എന്നാണ് ഒരു വാദമുള്ളത്. പക്ഷേ കുക്ക് ചെയ്യുന്ന സമയത്ത് അത്രയും ന്യൂട്രിയൻ ലോസ് ഇല്ല ആക്ച്വലി. മാത്രമല്ല അത് കുറച്ചുകൂടി ഹൈജീനിക് ആയിരിക്കും. റോ മീറ്റ് ഫീഡ് ചെയ്യാനായിട്ട് നല്ലൊരു മീറ്റ് സെലക്ട് ചെയ്ത് എടുക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ എപ്പോഴും നമുക്ക് സേഫർ സൈഡിൽ നിൽക്കുകയാണെങ്കിൽ നമ്മളെപ്പോഴും കുക്ക് ചെയ്ത് കൊടുക്കുന്നത് തന്നെയായിരിക്കും നല്ലത്. ഫാറ്റ് റിച്ച് ആയിട്ടുള്ള ബീഫ് ഫീഡ് ചെയ്യുന്ന സമയത്ത് ഡോഗ്സിന് ചിലപ്പോൾ ഒബീസിറ്റി, ഭാരം കൂടൽ, അതുപോലെ തന്നെ ഫാറ്റ് ഡെപ്പോസിഷൻ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ലീൻ മീറ്റ് ഫീഡ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ സീസണിങ്സ്, മസാല ഇതൊന്നും ആഡ് ചെയ്യാതെ മീറ്റ് മാത്രം ജസ്റ്റ് ബോയിൽ ചെയ്ത് കൊടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്.